പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 8ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ 2025-2026 ഇംഗ്ലീഷ് എക്സാമുമായി ബന്ധപ്പെട്ട ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. നോക്കൂ, ഫസ്റ്റ് ഒരു പാരഗ്രാഫാണ് തന്നിരിക്കുന്നത്. ഏത് പാരഗ്രാഫാണ്? എന്തിൻ്റെ പാരഗ്രാഫാണ്? ദ ഡേ മൈ വേൾഡ് ചേഞ്ച്. എൻ്റെ ലോകം മാറിയ ദിനം എന്നുള്ള ഒരു എൻ്റെ ലോകം മാറിയ ദിനം എന്നുള്ളൊരു ഭാഗം, ഒരു പാരഗ്രാഫാണ് താഴെ തന്നിരിക്കുന്നത്. ഈ പാരഗ്രാഫ് വായിച്ച് താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞത്. നമുക്ക് പാരഗ്രാഫ് നോക്കാം. ദ സ്കൂൾ വാസ് നോട്ട് ഫാർ ഫ്രം മൈ ഹോം ആൻഡ് ഐ യൂസ്ഡ് ടു വർക്ക്. എന്താ പറയുന്നത്? എൻ്റെ സ്കൂൾ എൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാടൊന്നും അകലെയായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ എങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്? നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. But since the start of last year, I had been going with the other girls in a rickshaw and coming home by bus. പക്ഷെ ലാസ്റ്റ് ഇയർ മുതൽ എങ്ങനെയാണ് അവൾ മറ്റുള്ള കുട്ടികളുടെ കൂടെ റിക്ഷയിലോ അല്ലെങ്കിൽ ബസ്സിലൊക്കെയാണ് വന്നുകൊണ്ട് ഇരുന്നത്. I had started taking the bus because my mother was scared by the thought of me walking on my own. അതെന്തുകൊണ്ടായിരുന്നു? അവളുടെ അമ്മയ്ക്ക്, അവൾ ബസ് എടുക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് എന്താണ്? അവളുടെ അമ്മയ്ക്ക് പേടിയായിരുന്നു അവളെക്കുറിച്ച് ഓർത്ത്, അവൾ ഒറ്റയ്ക്ക് വരുന്നതിനെ കുറിച്ച് ഓർത്ത് ഉള്ള ടെൻഷനും കൊണ്ടാണ് അവൾ ബസ് എടുത്തത്. വി ഹാഡ് ബീൻ ഗെറ്റിംഗ് ത്രെറ്റ്സ് ഓൾ ഇയർ. അങ്ങനെ അമ്മയ്ക്ക് ആശങ്ക ഉണ്ടാവാൻ കാരണം എന്താണ്? അവർക്ക് വർഷം മുഴുവൻ ത്രെറ്റ്സ്, ഭീഷണികൾ ഇങ്ങനെ നിലനിന്നിരുന്നു, ഭീഷണികൾ ലഭിച്ചിരുന്നു. സം ഓഫ് ദീസ് ത്രെറ്റ്സ് വെയർ ഫൗണ്ട് ഇൻ ദ പേപ്പർ. ചിലത് ന്യൂസ് പേപ്പേഴ്സിൽ വന്നതാണ്, ചിലത് പത്രങ്ങളിൽ വന്നതുമാണ്. സം വെയർ നോട്ട്സ് ഓർ മെസ്സേജ് പാസ്ഡ് ഓൺ ബൈ പീപ്പിൾ. ചിലത് ആളുകൾ വഴി പാസ് ചെയ്ത് വന്ന നോട്ട്സും മെസ്സേജസുമാണ്. ബൈ മദർ വാസ് വറീഡ് അബൌട്ട് മീ. എൻ്റെ അമ്മ എന്നെക്കുറിച്ച് ഓർത്ത് നല്ല ആശങ്കയായിരുന്നു, അല്ലെങ്കിൽ വറിയായിരുന്നു. ബട്ട് ഐ ന്യൂ നോ വൺ ഹാഡ് എവർ കം ഫോർ എ ഗേൾ ആൻഡ് ഐ വാസ് മോർ കൺസേൺ ദേ വുഡ് ടാർഗറ്റ് മൈ ഫാദർ ആസ് ഹി വാസ് ഓൾവേസ് സ്പീക്കിംഗ് ഔട്ട് എഗെയിൻസ്റ്റ് ദം. അമ്മയ്ക്ക് എന്നെയായിരുന്നു, എന്നെക്കുറിച്ച് ഓർത്തായിരുന്നു ഭയപ്പെട്ടിരുന്നത്. പക്ഷേ അവൾക്ക് പേടി അവളുടെ അച്ഛനെ ഓർത്തായിരുന്നു. കാരണം എന്താണ്? അച്ഛനായിരുന്നു ഇത് അവർ എല്ലായിടത്തും സംസാരിച്ചിരുന്നത്. അവർ അച്ഛനെയായിരുന്നു എന്ത് ചെയ്തത്? കൂടുതൽ ടാർഗറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അച്ഛനെക്കുറിച്ച് ഓർത്തായിരുന്നു അവളുടെ പേടി. ഓൾവേസ് സ്പീക്കിംഗ് ഔട്ട് എഗെയിൻസ്റ്റ് ദം. അവരാണ് എല്ലായിടത്തും സംസാരിച്ചിരുന്നത്, എഗെയിൻസ്റ്റായിട്ട് സംസാരിച്ചിരുന്നത്. അച്ഛനായിരുന്നു എല്ലായിടത്തും എഗെയിൻസ്റ്റായിട്ട് സംസാരിച്ചിരുന്നത്. ഹിസ് ക്ലോസ് ഫ്രണ്ട് ആൻഡ് ഫെല്ലോ കമ്പൈനർ ഹാഡ് ബീൻ ഷോട്ട് ഡെഡ് ആൻഡ് എവറി വൺ വാസ് ടെല്ലിങ് മൈ ഫാദർ ടേക്ക് യു ഓൾ ബി നെക്സ്റ്റ്. എൻ്റെ അച്ഛൻ്റെ അടുത്ത സുഹൃത്തിനും സഹപ്രവർത്തകനും എന്ത് ചെയ്തിരുന്നു? വെടിയേറ്റ് മരിച്ചിരിക്കുന്നു. അപ്പം നീ ആയിരിക്കും അടുത്തത് എന്നാണ് എല്ലാവരും എൻ്റെ അച്ഛനോട് പറഞ്ഞിരുന്നത്. അപ്പം അച്ഛനെക്കുറിച്ച് ഓർത്തായിരുന്നു അവൾക്ക് ടെൻഷൻ, പക്ഷെ അമ്മയ്ക്ക് അവളെക്കുറിച്ച് ഓർത്ത് ഭയപ്പെട്ടിരുന്നു. അപ്പോൾ കുറേ നോക്കൂ, ഇനി ഇതിൻ്റെ താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്ത് ആൻസേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹൗ ഡിഡ് മലാല ഗോ ടു സ്കൂൾ ബിഫോർ ഷീ സ്റ്റാർട്ടഡ് ടേക്കിംഗ് ദ റിക്ഷ. ഇത് മലാലയുടെ ഒരു ഇതിൽ നിന്നുള്ള ഭാഗമാണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിരിക്കുന്നത് അവൾ റിക്ഷ എടുക്കുന്നതിന് മുമ്പ് അല്ലേ, റിക്ഷയിൽ പോകുന്നതിന് മുമ്പ് അവൾ എങ്ങനെയായിരുന്നു സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്? ഷീ യൂസ്ഡ് ടു വോക്ക് ടു സ്കൂൾ. അവൾ നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ വാസ് മലാലാസ് മദർ വറീഡ് അബൌട്ട് ഹെർ വോക്കിംഗ് ടു സ്കൂൾ? അവൾ ഒറ്റയ്ക്ക് സ്കൂളിൽ പോകുന്നതിനെ കുറിച്ച് ഓർത്തിട്ട് അമ്മയ്ക്ക് വറീഡ് ആവാൻ എന്താണ് റീസൺ, എന്താണ് കാരണം എന്നാണെന്ന് ചോദിച്ചത്. എന്താണ് ഉത്തരം? ബിക്കോസ് ദേ ഹാഡ് ബീൻ ഗെറ്റിംഗ് ത്രെറ്റ്സ് ഓൾ ഇയർ. അവൾക്ക് വർഷം മുഴുവൻ എന്താണ്? ഭീഷണികൾ കിട്ടിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്? മോളെ ഒറ്റയ്ക്ക് വിടാൻ അവർക്ക് ഭയം വന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈ വാസ് മലാല മോർ കൺസേൺ അബൌട്ട് ഹെർ ഫാദർ ദാൻ ഹെർസെൽഫ്. അവൾക്ക് അവളേക്കാളും ടെൻഷൻ അച്ഛനെ ഓർത്തിട്ട് കൺസേൺ ചെയ്തിട്ടായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഹി സ്പോക്ക് ഔട്ട് അഗെയിൻസ്റ്റ് ദ അറ്റാക്കേഴ്സിനെതിരെ സംസാരിച്ചു കൊണ്ടിരുന്നത് ആരായിരുന്നു? അവളുടെ അച്ഛനായിരുന്നു. അപ്പം അച്ഛനെ അവരെന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളതായിരുന്നു അവളുടെ ഭയത്തിന് കാരണം. അതുകൊണ്ടാണ് അച്ഛനെ ഓർത്തിട്ട് അവൾ എന്ത് ചെയ്തത്? കൂടുതൽ കൺസേൺ ആയത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ്. പ്രത്യാക്ഷ ഒരു തൂവൽ പക്ഷി എന്ന പോയത്തിലെ
കുറച്ച് ലൈൻസും അതിനോടനുബന്ധിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ആണ് താഴെ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോയം വായിച്ച് നോക്കാം. നോക്കൂ. ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് ദാറ്റ് പെർച്ചേഴ്സ് ഇൻ ദ സോൾ. സോൾ എന്ന് വെച്ചാൽ ആത്മാവ്. ഹോപ്പ് എന്ന് വെച്ചാൽ എന്താണ്? പ്രതീക്ഷ അല്ലെങ്കിൽ പ്രത്യാശ അല്ലേ? അതായത് ആത്മാവിൽ ചേക്കേറിയ ഒരു തൂവൽ പക്ഷിയാണ് പ്രത്യാശ. ആൻഡ് സിങ്സ് ദ ട്യൂൺ വിത്തൗട്ട് ദ വേർഡ്സ് ആൻഡ് നെവർ സ്റ്റോപ്സ് അറ്റ് ഓൾ. അത് വാക്കുകളില്ലാത്ത സംഗീത വിരാമം ആലപിക്കുന്നു. അതായത് അതൊരിക്കലും അതിൻ്റെ പാട്ട് നിർത്തുന്നില്ല. അതിൻ്റെ പാട്ടിന് എന്തില്ല, എന്താണ്, വിത്തൗട്ട് വേർഡ്സ്, പാട്ടില്ലെങ്കിലും അത് പാടി, വേർഡ്സ് ഇല്ലെങ്കിലും അല്ലേ, വാക്കുകളില്ലെങ്കിലും അത് പാടിക്കൊണ്ട് ഇരിക്കുകയാണ്. അത് വാക്കുകളില്ലാത്ത സംഗീതം എന്താണ്, ഇങ്ങനെ നെവർ സ്റ്റോപ്പ് അറ്റ് ഓൾ, ഒരിക്കലും അവിരാമം ഇങ്ങനെ ആലപിച്ചുകൊണ്ടിരിക്കുകയാണ്, നിർത്താതെ ആലപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് കവി പറയുന്നത് പ്രത്യാശ എന്നത് നമ്മുടെ ആത്മാവിൽ വസിക്കുന്ന ഒരു ചെറിയ പക്ഷിയെ പോലെയാണ് എന്നാണ്. വാക്കുകളില്ലെങ്കിലും ഈ പക്ഷി എപ്പോഴും എന്ത് ചെയ്യും? പാടും. എന്ത് സംഭവിച്ചാലും അതൊരിക്കലും പാട്ട് നിർത്തില്ല. സെക്കൻഡ് ലൈൻ നോക്കാം, സെക്കൻഡ് സ്റ്റാൻസ് നോക്കാം. ആൻഡ് സ്വീറ്റസ്റ്റ് ഇൻ ദ ഗെയിൽ ഈസ് ഹേർഡ് ആൻഡ് സോർ മസ്റ്റ് ബി ദ സ്റ്റോം. എന്താ പറയണേ? കൊടുങ്കാറ്റിലും ആ ഗാനം മധുരമായി കേൾക്കാം. കൊടുങ്കാറ്റ് അതിതീവ്രമായിരിക്കും. അപ്പം അത്ര വലിയ കൊടുങ്കാറ്റ് ഉണ്ടായാലും അതെന്ത് ചെയ്യും? ആ ഗാനം നമുക്ക് മധുരമായി കേൾക്കാം. അതായത് ഒന്നും സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ദാറ്റ് കുഡ് അബാഷ് ദ ലിറ്റിൽ ബേർഡ്. ആ ലിറ്റിൽ ബേർഡിനെ, ആ കൊച്ചു പക്ഷിയെ തടസ്സപ്പെടുത്താൻ തക്ക വിധമുള്ള കൊടുങ്കാറ്റാണെങ്കിലും ദാറ്റ് കെപ്റ്റ് സോ മെനി വം. ആ പക്ഷേ ആ ഗാനം എന്ത് ചെയ്യും? അനേകർക്ക് ഊഷ്മളത പകരും, നല്ല ഇമ്പമുള്ളതാക്കി തീർക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കൊടുങ്കാറ്റോ ശക്തമായ കാറ്റോ പോലുള്ള എന്ത് വന്നാലും, ഏത് ദുഷ്കരമായ സമയങ്ങളിൽ പോലും പ്രത്യാശ നമുക്ക് ആശ്വാസം നൽകുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. അതായത് ജീവിതം വളരെ ദുഷ്കരമാവുമ്പോഴും പ്രത്യാശ നമ്മുടെ ഉള്ളിൽ ഊഷ്മളതയും ശക്തവുമായി നിലനിൽക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡസ് ഹോപ്പ് ഡു ഇൻ ദ സോൾ അക്കോർഡിംഗ് ടു ദ പോയം. ഈ പോയം അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ പോയത്തിൽ പറയുന്നത് അനുസരിച്ചിട്ട് എന്താണ് നമ്മളുടെ ആത്മാവിൽ പ്രതീക്ഷ എന്താണ് ചെയ്യുന്നത്? വാട്ട് ഡസ് ഹോപ്പ് ഡു ഇൻ ദ സോൾ അക്കോർഡിംഗ് ടു ദ പോയം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്? ഇറ്റ് എന്താണ്? ഇറ്റ് പേർച്ചേഴ്സ് ആൻഡ് സിങ്സ് ഇൻ ദ സോൾ. എന്താണ്? കവിതയിൽ പ്രതീക്ഷ ആത്മാവിൽ പാർക്കുന്ന ഒന്നായിട്ട് എന്ത് ചെയ്തു? ചിത്രീകരിച്ചിരിക്കുന്നു അല്ലേ? ഇറ്റ് പേർച്ചേഴ്സ് ആൻഡ് സിങ്സ് ഇൻ ദ സോൾ. ആത്മാവിനുള്ളിൽ തങ്ങിക്കിടക്കുന്ന, ശാന്തമായി ഇരിക്കുന്ന ഒന്നായിട്ട്, അല്ലെങ്കിൽ പ്രതീക്ഷ ആത്മാവിൽ പാർക്കുന്ന ഒന്നായിട്ടാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാവുന്ന ലൈനാണിത്. ഇറ്റ് പേർച്ചേഴ്സ് ആൻഡ് സിങ്സ് ഇൻ ദ സോൾ. 2ാമത്തെ, വൈ ഈസ് ഹോപ്പ് കമ്പയർഡ് ടു എ ബേർഡ് ഇൻ ദിസ് പോയം. എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രതീക്ഷയെ ഈ കവിതയിൽ ഒരു പക്ഷിയുമായി എന്തുകൊണ്ട് ഉപമിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രതീക്ഷയെ ഈ കവിതയിൽ ഒരു പക്ഷിയുമായി എന്തുകൊണ്ടായിരിക്കും ഉപമിക്കുന്നത്? ബിക്കോസ് ഹോപ്പ് ഈസ് ലൈക്ക് എ ബേർഡ്. പ്രതീക്ഷ അല്ലെങ്കിൽ പ്രത്യാശ എന്ന് പറയുന്നത് എന്താണ്? ഒരു ബേർഡിനെ പോലെയാണ്. വിച്ച് സിങ്സ് ദ ട്യൂൺ വിത്തൗട്ട് ദ വേർഡ്സ് ആൻഡ് നെവർ സ്റ്റോപ്പ് അറ്റ് ഓൾ. എന്താണ്? പക്ഷികൾ എന്ത് ചെയ്യും? നല്ല മധുരമായിട്ട് പാടും, വാക്കുകളില്ലാതെയും പാടും. ദ വേർഡ്സ്, വാക്കുകളില്ലാതെ പാടുക മാത്രമല്ല, അതെന്താണ്? അതിൻ്റെ പാട്ടൊരിക്കലും നിർത്തുന്നില്ല. നെവർ സ്റ്റോപ്പ് അറ്റ് ഓൾ അല്ലേ? പ്രതീക്ഷയെ പക്ഷിയുമായി ഉപമിക്കാനുള്ള കാരണം അതാണ്. പക്ഷി മധുരമായിട്ട് പാടുന്നുണ്ട്, അതുപോലെ തന്നെ അതെന്ത് ചെയ്യും? അതൊരിക്കലും സ്റ്റോപ്പ് ചെയ്യില്ല. 6ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ലിറ്റിൽ ബേർഡ് ഇൻ ദ പോയം സിംബലൈസ്. ഇതിൽ ലിറ്റിൽ ബേർഡ് എന്തിനെയാണ് ഇതിൽ സിംബലൈസ് ചെയ്യുന്നത്? ഈ പോയത്തിൽ സിംബലൈസ് ചെയ്യുന്നത് എന്താണ്? ഹോപ്പ്, പ്രതീക്ഷ. ഈ പക്ഷി എന്ന് പറയുന്നത് പ്രതീക്ഷ അല്ലെങ്കിൽ പ്രത്യാശ എന്നുള്ളതാണ് അല്ലേ? ഹോപ്പാണ് ഈ ലിറ്റിൽ ബേർഡ് എന്നതുകൊണ്ട് ഇതിൽ സിംബൽ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3 നമുക്ക് നോക്കാം. റീഡ് ദ ലൈൻസ് ഫ്രം ദ 7 ages ഓഫ് മാൻ ആൻഡ് പ്രിപ്പയർ എ പാരഗ്രാഫ് യൂസിങ് ദ ഹിൻസ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്നത് ദ 7 Age ഓഫ് മാൻ എന്ന പോയത്തിലെ കുറച്ച് ലൈൻസ് ആണ്. ഇത് റീഡ് ചെയ്ത് ഇതിനൊരു പാരഗ്രാഫാക്കി മാറ്റാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ഓൾ ദ വേർഡ്സ് എ സ്റ്റേജ് ആൻഡ് ഓൾ ദ മെൻ ആൻഡ് വുമൺ മെയർലി പ്ലെയേഴ്സ്. എന്താ പറയുന്നേ? ഈ ലോകം എന്ന് പറയുന്നത് ഒരു സ്റ്റേജാണ്,
അവിടെ എന്താണ്, എല്ലാ സ്ത്രീയും പുരുഷനും എന്താണ്, അഭിനേതാക്കൾ മാത്രമാണ്, പ്ലെയേഴ്സ് മാത്രമാണ്. ദേ ഹാവ് ദെയർ എക്സിറ്റ്സ് ആൻഡ് ദെയർ എൻട്രൻസസ് ആൻഡ് വൺ മാൻ ഇൻ ഹിസ് ടൈം പ്ലേസ് മെനി പാർട്സ്. എന്താ പറയുന്നത്, അവർക്കെല്ലാം വേണ്ടി പുറത്തേക്കും അകത്തേക്കും എന്താണ്, ഡോറുകളുണ്ട് അല്ലേ, എക്സിറ്റിനും എൻട്രൻസിനും ഡോറുകളുണ്ട്. ആൻഡ് വൺ മാൻ ഇൻ ഹിസ് ടൈം പ്ലേസ് മെനി പാർട്സ്. ഒരു മനുഷ്യൻ തന്നെ അവൻ്റെ ജീവിതകാലത്ത് എന്താണ്, നിരവധി വേഷങ്ങൾ ആടുന്നുണ്ട് അല്ലേ. അപ്പോൾ ജീവിതം അല്ലെങ്കിൽ ലോകം എന്ന് പറയുന്നത് ഒരു സ്റ്റേജാണ്, ഒരു നടന വേദിയാണ് എന്നാണ് പറയുന്നത്. ഹിസ് ആക്ട്സ് ബീയിങ് 7 ഏജ്. അവന് എന്താണ്, അവൻ്റെ വേഷങ്ങൾക്ക് 7 ഘട്ടങ്ങളാണ് ഉള്ളത്. അറ്റ് ഫസ്റ്റ് ദ ഇൻഫാൻറ്റ്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്, ഇൻഫാൻ്റ് ആണ്, അതായത് ശൈശവ ഘട്ടമാണ്. മ്യൂലിംഗ് ദ പക്കിംഗ് ഇൻ ദ നേഴ്സസ് ആം. എന്താണ്, നേഴ്സിൻ്റെ കൈകളിലിരുന്ന് കരയുകയും ഛർദ്ദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലം അല്ലേ. ആൻഡ് ദെൻ ദ വിന്നിങ് സ്കൂൾ ബോയ് വിത്ത് ഹിസ് സാച്ചൽ. എന്താ പറയുന്നേ, പിന്നേത് എന്ന് പറയുന്ന ഘട്ടം, ആദ്യത്തേത് ഇൻഫാൻ്റ് ആണ്. രണ്ടാമത്തെ ഘട്ടം എന്താണ്, തൻ്റെ സ്കൂൾ ബാഗുമായി എന്താണ്, ടെൻഷനോടെ അല്ലെങ്കിൽ ആവലാതിയോടെ നീങ്ങുന്ന ഒരു കുട്ടിയുടേതാണ് അല്ലേ, നീങ്ങുന്ന ഒരു സ്കൂൾ കുട്ടിയാണ്. ആൻഡ് ദെൻ ആൻഡ് ഷൈനിങ് മോർണിംഗ് ഫേസ് ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ അൺവില്ലിംഗ്ലി ടു സ്കൂൾ. അതായത് നല്ല തെളിഞ്ഞ മോർണിംഗിൽ ഒച്ചിഴയുന്നത് പോലെ മനസ്സില്ല, ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ, ഒച്ചിഴയുന്നത് പോലെ, സ്നെയിൽ ഒഴിയുന്നത് ഇങ്ങനെ പതുക്കെ പതുക്കെ അല്ലേ, ഒച്ചിഴയുന്നത് പോലെ മനസ്സില്ലാ മനസ്സോടെ അൺവില്ലിങ് ടു സ്കൂളിലേക്ക് പോകുന്ന അല്ലേ, സ്കൂളിലേക്ക് പോകാൻ താല്പര്യമില്ലാതെ പോകുന്ന ഒരു ഘട്ടമാണ് അടുത്തത്. ഇത്രയാണ് നിങ്ങൾക്ക് ലൈൻസ് തന്നിരിക്കുന്നത്. ഇതിനെ പാരഗ്രാഫ് ആക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഈ പോയം ആരുടേതാണ്, വില്യം ഷേക്സ്പിയറിൻ്റേത്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും ആദ്യം തന്നെ ഇത് ഏത് പോയമാണ്, ആരാണ് എഴുതിയത് എന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്യണം. ദ 7 Ages of Man written by വില്യം ഷേക്സ്പിയർ is taken from the play of As You Like It. എന്താ പറയുന്നത്, വില്യം ഷേക്സ്പിയറിൻ്റെ ആസ് യു ലൈക്ക് ഇറ്റ് എന്ന ഒരു പ്രശസ്തമായ നാടകത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഭാഗമാണ് ഏതെന്ന് പറയുന്നത്, ദ 7 Age of Man. അത് വില്യം ഷേക്സ്പിയറിൻ്റെ നാടകത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഭാഗമാണ്. ഇൻ ദിസ് എക്സ്ട്രാക്ട് ദ വേൾഡ് ഈസ് കമ്പയർഡ് ടു സ്റ്റേജ്. ഇതിലെന്താ പറയുന്നത്, ഷേക്സ്പിയർ ഈ ജീവിതത്തെ ഒരു നാടകവേദിയുമായിട്ട്, ഒരു സ്റ്റേജായിട്ട് മനോഹരമായി ഈ ജീവിതത്തിൽ ഈ ലോകത്തെ താരതമ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. ദ എക്സ്ട്രാക്ട് ഔട്ട്ലൈൻ 7 സ്റ്റേജസ് ഓഫ് മാൻസ് ലൈഫ്. ഇതിൽ പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിലെ 7 ഘട്ടങ്ങളിലൂടെയുള്ള ഒരു യാത്രയെക്കുറിച്ചാണ് പറയുന്നത്. ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ് ദ ബേബി ക്രൈസ് നീഡ്സ് കെയർ. കെയറിന് വേണ്ടിയിട്ട് കരയുന്ന ഒരു ബേബിയുടെ, അതായത് ഇൻഫാൻറ്റ് സ്റ്റേജിൽ, അതായത് ശൈശവ കാലഘട്ടത്തിലുള്ള ഒരു കുട്ടിയെക്കുറിച്ചാണ് ഇതിലെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ദ സെക്കൻഡ് അതായത് കുട്ടിയുടെ നമ്മൾ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡാണ്. വേർ ദ ചൈൽഡ് ഗോസ് ടു സ്കൂൾ. കുട്ടി സ്കൂളിൽ പോകുന്ന കാലഘട്ടമാണ് ഇദ്ദേഹം പറയുന്ന രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ഏതാണ്, ഇൻഫാൻറ്റ് അല്ലേ, കരയുകയും കെയറിന് വേണ്ടി കരയുന്നതാണ് എന്തെന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജ് എന്ന്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് കുട്ടി സ്കൂളിലേക്ക് പോകുന്ന കാലഘട്ടമാണ്. തേർഡ് സ്റ്റേജസ് ഓഫ് യങ് ലവർ. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പ്രണയിതാക്കളാകുന്ന കാലം അല്ലേ, ഫുൾ ഓഫ് ഇമോഷൻ, അവർക്ക് എന്തായിരിക്കും, ഫുൾ ഓഫ് ഇമോഷൻ ആയിരിക്കും. ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു സോൾജിയറിൻ്റെ ഇതാണ് അല്ലേ, സോൾജിയറിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നതാണ്. ബ്രേവ് ആൻഡ് ക്വിക്ക് ടു ഫൈറ്റ്. എന്തായിരിക്കും സോൾജിയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ പ്രണയിതാക്കളായി അതിന് ശേഷം നമ്മൾ എന്തായി, നല്ല ധീരനും അഭിമാനിയൊക്കെ പെട്ടെന്ന് കോപത്തിന് അടിമപ്പെടുത്തുന്നവരൊക്കെയായ ആൾക്കാരായിട്ട് മാറുന്നു അല്ലേ. അതിന് ശേഷം ദ ഫിഫ്ത്ത് സ്റ്റേജ് ഇസ് വൈസ് ജഡ്ജ്. അടുത്തത് എന്താണ്, ഒരു ജഡ്ജിയുടെ ഒരു സ്റ്റേജാണ്. ഫുൾ ഓഫ് നോളജ് ആൻഡ് എക്സ്പീരിയൻസ്. എന്തായിരിക്കും, അവർക്ക് എന്തായിരിക്കും, നല്ല കുറച്ചുകൂടി പക്വതയായി, നമ്മൾ അനുഭവം നേടിയില്ലേ, ബുദ്ധിപൂർവ്വം സംസാരിക്കാനൊക്കെ പഠിക്കും, നോളജ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരുപാട് ആൾക്കാരായിട്ട് മാറി.
ദ സിക്സ്ത് സ്റ്റേജ് ഈസ് ഓഫ് അൻ ഓൾഡ് മാൻ. സിക്സ്ത് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ഓൾഡ് മാൻ്റെ സ്റ്റേജാണ്. വീക്ക് ആൻഡ് വിയറിങ് ഗ്ലാസ്, ദുർബലനും ഗ്ലാസ്സുകളൊക്കെ ധരിക്കേണ്ടി വരുന്ന ഒരു പ്രായം. ദ ലാസ്റ്റ് സ്റ്റേജ് ഈസ് സെക്കൻഡ് ചൈൽഡ്ഹുഡ്. ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സെക്കൻഡ് ചൈൽഡ്ഹുഡാണ്. വീണ്ടും നമ്മൾ ചൈൽഡ്ഹുഡ് പോലെയുള്ള ഒരു രൂപത്തിലേക്ക് പോവാണ്. വെർ ദ മാൻ ബിക്കംസ് വീക്ക് ആൻഡ് ഫോർഗെറ്റ്ഫുൾ നീഡിങ് ഹെൽപ്പ് ലൈക്ക് എ ബേബി. ഒരു കുട്ടിക്ക്, ഒരു കുഞ്ഞ് ശിശുവായിരുന്ന കുട്ടിക്ക് വേണ്ട ഹെൽപ്പ് കൊടുക്കുന്ന ഹെൽപ്പും കെയറൊക്കെ നമ്മൾ ഈ സെവൻത്ത് സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യണം, ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ അവർക്ക് കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. ഷേക്സ്പിയർ യൂസസ് മെറ്റാമോർഫ് സിമിലീസ് ആൻഡ് ഇമാജിനറി ടു ഷോ ലൈഫ് ജേർണി ഫ്രം ബർത്ത് ടു ഡെത്ത്. ഇതിൽ അദ്ദേഹം മെറ്റാഫോഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ സിമിലീസ് ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ എന്താണ്, ബർത്ത് മുതൽ ഡെത്ത് വരെയുള്ള ഒരു ലൈഫിൻ്റെ ജേർണി, യാത്രയാണ്. 7 ഘട്ടങ്ങളിലൂടെയാണ് മനുഷ്യൻ ജനിക്കുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ പോകുന്നത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ലൈൻസിനെ നമുക്ക് ഒരു പാരഗ്രാഫായിട്ട് ഇങ്ങനെ എഴുതാം. Read the passage given below and answer the question that follow. താഴെ കൊടുത്തിരിക്കുന്ന പാരഗ്രാഫ് വായിച്ച് അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ ദ ഫാർ ഈസ്റ്റ്, അങ്ങ് ദൂരെ ഒരു ഫാർ ഈസ്റ്റ്, ദൂരെ ഒരു സ്ഥലത്ത് ഈസ്റ്റിൽ എന്താണ്, പീപ്പിൾ പ്ലാന്റ് എ സ്പെഷ്യൽ ബാംബൂ ട്രീ ദാറ്റ് ഷോസ് നോ വിസിബിൾ ഗ്രോത്ത് ഫോർ ദ ഫസ്റ്റ് 5 years. എന്താ പറഞ്ഞിരിക്കുന്നത്, കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തു, ഒരു ബാംബൂ ട്രീ നട്ടു, സ്പെഷ്യലായിട്ടൊരു ബാംബൂ ട്രീ നട്ടു. നോ വിസിബിൾ ഗ്രോത്ത് ഫോർ ദ ഫസ്റ്റ് 5 years. ഫസ്റ്റ് 5 years അതിൽ പ്രത്യേകിച്ച് എന്താണ്, ഒരു വിസിബിലിറ്റി, വളരുന്നതിൻ്റെ ഒരു വിസിബിലിറ്റിയും അതിൽ കണ്ടില്ല. ഡ്യൂറിങ് ദിസ് ടൈം ഇറ്റ് ഈസ് വാട്ടേർഡ് ആൻഡ് ഫെർട്ടിലൈസ്ഡ് എവറി ഡേ. എല്ലാ ദിവസവും എന്ത് ചെയ്യും, വെള്ളമൊഴിക്കലും വളമിടലും ഒക്കെ നടക്കുന്നുണ്ട്. ഫ്രം ദ ഔട്ട്സൈഡ്, പക്ഷെ പുറത്ത് യാതൊരു ഗ്രോത്തും അതിന് ഉണ്ടായില്ല. ഇറ്റ് സീംസ് ലൈക്ക് നത്തിങ് ഈസ് ഹാപ്പനിങ്. ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല, ആ ചെടിക്ക് ഒരു ഗ്രോത്തും ഉണ്ടായിരുന്നില്ല. ബട്ട് ബിനീത്ത് ദ സർഫസ്, അതിൻ്റെ പക്ഷെ എന്താണ്, നിലത്തിനടിയിൽ, മുകളിലേക്ക് മാത്രമേ എന്ത് നടക്കുന്നുള്ളൂ, ഗ്രോത്ത് നമുക്ക് കാണാനായിട്ട് കഴിയാതിരുന്നിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ നിലത്തിനടിയിൽ ദ ബാംബൂ ട്രീ ഈസ് ഡെവലപ്പിംഗ് എ സ്ട്രോങ് റൂട്ട് സിസ്റ്റം. ആ ബാംബൂ ട്രീ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു സ്ട്രോങ് റൂട്ട് സിസ്റ്റം ഉണ്ടാക്കി ഉണ്ടായിരുന്നു അല്ലേ. അതിനൊരു വേഗം വളർച്ചയ്ക്കായിട്ടുള്ളൊരു ഇത് വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് വിൽ സപ്പോർട്ട് ദിസ് റാപ്പിഡ് ഗ്രോത്ത് റേറ്റ്. പിന്നീട് അതിൻ്റെ വളർച്ചയ്ക്ക് അതെന്തായി, ഒരു സപ്പോർട്ടായി. പെട്ടെന്ന് ചെടി വളരാനായിട്ട് ആ സ്ട്രോങ് റൂട്ട് സിസ്റ്റം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വിസിബിൾ ആയിരുന്നില്ല 5 വർഷക്കാലം, അതിൻ്റെ മുകളിലേക്ക് യാതൊന്നും വിസിബിൾ ആയിരുന്നില്ല. പക്ഷെ അതിന് താഴെ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രോത്ത് നടക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിന് ശക്തമായൊരു സ്ട്രോങ് റൂട്ട് സിസ്റ്റം അത് ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. മുകളിലേക്ക് ഒരു വളർച്ചയും കാണാനായിട്ട് എത്ര വാട്ടർ ഒഴിച്ചിട്ടും കാണാനുണ്ടായിരുന്നില്ല. ആഫ്റ്റർ 5 years, 5 വർഷം കഴിഞ്ഞപ്പോൾ ദ ട്രീ സഡൻലി ഗ്രോസ് ഓവർ 80 feet ഇൻ ജസ്റ്റ് 6 weeks. 6 ആഴ്ച കൊണ്ട് എന്ത് ചെയ്തു, 80 അടിക്ക് മേലെ ആ ചെടി പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, വളർന്നു 5 വർഷങ്ങൾക്ക് ശേഷം. ദ ക്വസ്റ്റ്യൻ ഈസ്, ഡിഡ് ദ ബാംബൂ ട്രീ ഗ്രോ ഇൻ 6 weeks ഓർ ഇൻ 5 years? ക്വസ്റ്റ്യൻ ഇതാണ്, എന്താണ്, ആ ബാംബൂ ട്രീ വളർന്നത് 6 ആഴ്ച കൊണ്ടാണോ അത് 5 വർഷങ്ങൾ കൊണ്ടാണോ? ദ ആൻസർ ഈസ് ഒബ്വിയസ്. ഉത്തരം എന്തായിരിക്കും? അല്ല, ഒരിക്കലും 6 ആഴ്ച കൊണ്ട് പെട്ടെന്നുണ്ടായ വളർച്ചയല്ല അതിനുള്ളത്. ദ ഫൗണ്ടേഷൻ ആൻഡ് സ്ട്രെങ്ത് വെയർ ബീങ് ബിൽറ്റ് ഓൾ എലോങ്. എന്താണ്, വളർച്ച കാണപ്പെട്ടില്ലെങ്കിലും അതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ തുടർച്ചയായി നിർമ്മിച്ചു. ഫൗണ്ടേഷനിൽ നന്നായി വളർച്ച നടക്കുന്നുണ്ടായിരുന്നു. The foundation and strength were being built all along, even when no growth was visible. പക്ഷേ അതെന്തായിരുന്നില്ല, വിസിബിൾ ആയിരുന്നില്ല. അതിൻ്റെ അടിയിൽ നടക്കുന്ന ആ വളർച്ച എന്തായിരുന്നില്ല, വിസിബിൾ ആയിരുന്നില്ല. This story reminds us that patience, persistence and hard work were necessary even when we don't see immediate result. നമ്മൾ എന്താണ്, ഈ സ്റ്റോറിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന എന്താണ്, പേഷ്യൻസും പെർസിസ്റ്റൻസും ഹാർഡ് വർക്കും നമുക്ക് എന്താണ്, നെസസറിയാണ് അല്ലേ. ക്ഷമയോടുകൂടി നമ്മൾ എന്തിനും റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കണം. തിടുക്കപ്പെട്ട് ഒരു റിസൾട്ടിനും നമ്മൾ ചെയ്യരുത്. ഈവൻ വെൻ വി ഡോണ്ട് സീ ഇമ്മീഡിയറ്റ് റിസൾട്ട്, ഒന്നിനും നമ്മൾ ഇമ്മീഡിയറ്റ് റിസൾട്ട് പ്രതീക്ഷിക്കരുത്. ക്ഷമയോടെ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മളതിന് വേണ്ടിയിട്ട് കാത്തിരിക്കണം എന്നാണ് പറയുന്നത്. കാരണം അതിൻ്റെ അടിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ വളർച്ച നടക്കുന്നുണ്ടായിരുന്നു. മുകളിലുള്ള വളർച്ചയാണ് പെട്ടെന്ന് നടക്കുക, അത് നമ്മൾ കാണുന്നുണ്ടായിരുന്നില്ല. വിസിബിൾ ആയിട്ടുള്ളത്
5 വർഷങ്ങൾക്ക് ശേഷം പെട്ടെന്ന് 6 ആഴ്ച കൊണ്ട് 80 ഫീറ്റ് ആ ചെടി വളർന്നു എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ താഴെ എന്ത് നടക്കുന്നുണ്ട്? അതിൻ്റെ താഴെയും ഗ്രോത്ത് നടക്കുന്നുണ്ടായിരുന്നു. ഒരു സ്ട്രോങ് റൂട്ട് സിസ്റ്റം അതിൻ്റെ അടിയിൽ അത് ഉണ്ടാക്കി എടുക്കുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. വൈ ഡസ് ദ ബാംബു ട്രീ നോട്ട് ഗ്രോ വിസിബിൾ ഫോർ 5 ഇയേഴ്സ്? എന്തുകൊണ്ടായിരിക്കും വൈ ഡസ് ദ ബാംബു ട്രീ നോട്ട് ഗ്രോ വിസിബിൾ ഫോർ 5 ഇയേഴ്സ്? 5 വർഷം വളരാതിരുന്നത്? ഇറ്റ് ഈസ് ഡെവലപ്പിംഗ് ഇറ്റ്സ് റൂട്ട് സിസ്റ്റം അണ്ടർഗ്രൗണ്ട്. അതതിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ എന്തുണ്ടാക്കുമായിരുന്നു? റൂട്ട് സിസ്റ്റം, ഒരു സ്ട്രോങ് ആയിട്ടുള്ള റൂട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കുമായിരുന്നു. വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ 5 ഇയേഴ്സ് ടു ദ ബാംബു ട്രീ? 5 വർഷം കഴിഞ്ഞപ്പോൾ ബാംബു ട്രീക്ക് എന്താ സംഭവിച്ചത്? ദ ബാംബു ട്രീ സഡൻലി ഗ്രോസ് ഓവർ 8 ഫീറ്റ് ഇൻ ജസ്റ്റ് 6 വീക്സ്. 6 ആഴ്ച കൊണ്ട് അത് എത്ര വളർന്നു? 80 അടി ഉയരത്തിൽ എന്ത് ചെയ്തു? അത് വളർന്നു. 10th ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് ദ സ്റ്റോറി ഓഫ് ദ ബാംബു ട്രീ ടീച്ചേഴ്സ്? ഈ സ്റ്റോറി എന്താ നമ്മൾ പഠിപ്പിക്കുന്നത്? സക്സസ് നീഡ് പേഷ്യൻസ് ആൻഡ് കോൺസ്റ്റൻറ്റ് എഫേർട്ട്. സക്സസ്, അതായത് നമുക്ക് ഒരു സക്സസ്, നമ്മുടെ ഒരു കാര്യത്തിൽ സക്സസ് ഉണ്ടാവണമെങ്കിൽ, വിജയം വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പേഷ്യൻസും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള എഫേർട്ടും നമ്മൾ എടുക്കണം, അല്ലേ? നമുക്ക് കുറച്ച് നാൾ കാത്തിരുന്നിട്ട് അത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് പിന്നെ അത് ഉപേക്ഷിച്ച് പോവുകയല്ല വേണ്ടത്. നമ്മളതിന് വേണ്ടി വീണ്ടും ഹാർഡ് വർക്കും ചെയ്യണം. അതിനോടൊപ്പം ക്ഷമയോടെ ആ സക്സസ്സിന് വേണ്ടി കാത്തിരിക്കണം. ഇമ്മീഡിയറ്റ് റിസൾട്ട് പ്രതീക്ഷിച്ച് ചെയ്യരുത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Shamsuddin offers young Kalam the job collecting and distributing newspapers from the railway station. He really agreed to this. Write the likely conversation between them. കലാമിനോട് എന്താണ് ഷംസുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ന്യൂസ് പേപ്പേഴ്സ് എടുത്ത് കളക്ട് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമോ എന്ന് ചോദിച്ചു, അല്ലേ? ജോലി ഓഫർ ചെയ്തു. അപ്പോൾ അദ്ദേഹം അതിന് എഗ്രി ചെയ്തു. അപ്പോൾ അവർ തമ്മിലുണ്ടാകുന്ന ഒരു കോൺവെർസേഷൻ എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഓൺ രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. ഞാനൊരു മോഡൽ കാണിച്ചു തരാം. ഷംസുദ്ദീൻ പറയാണ്, കം ഹിയർ അബ്ദുൽ, കം ഹിയർ. പേര് വിളിക്കാം, അല്ലെങ്കിൽ കലാം എന്ന് വിളിക്കാം കേട്ടോ. അബ്ദുൽ ഓർ കലാം എന്ത് വേണമെങ്കിലും വിളിക്കാം. അബ്ദുൽ ഓർ കലാം. കം ഹിയർ, ഐ വാണ്ട് ടു ടോക്ക് ടു യു. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്, നീ വരാൻ പറഞ്ഞ് വിളിക്കണം. അപ്പോൾ കലാം എന്ത് പറയും? യെസ് ബ്രദർ, വാട്ട് ഈസ് ഇറ്റ്? എന്താ ബ്രദർ, അല്ലെങ്കിൽ യെസ് അണ്ണ, എന്തെങ്കിലും ചോദിക്കുക, അല്ലേ? വാട്ട് ഈസ് ഇറ്റ്, എന്താണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഷംസുദ്ദീൻ എന്താ പറയുക? യു നോ ദ ട്രെയിൻ ഡസൻറ്റ് സ്റ്റോപ്പ് അറ്റ് ദ രാമേശ്വരം എനിമോർ ബിക്കോസ് ഓഫ് ദ വാർ സിറ്റുവേഷൻ. എന്താ അദ്ദേഹം പറയുന്നത്? നിനക്കറിയാലോ, അപ്പോൾ രാമേശ്വരത്ത് എന്തില്ല? സ്റ്റോപ്പില്ല, റെയിൽവേക്ക് സ്റ്റോപ്പില്ല. എന്തുകൊണ്ട്? വാർ സിറ്റുവേഷൻ ആയതുകൊണ്ട്, അല്ലേ? യുദ്ധം നടക്കുന്നതുകൊണ്ട് രാമേശ്വരത്ത് സ്റ്റോപ്പില്ല. ദ ന്യൂസ് പേപ്പേഴ്സ് വിൽ now be thrown from the moving train. Someone needs to be there in the time to collect and distribute them quickly. അപ്പോൾ ഈ സമയത്ത് എന്താവശ്യമാണ്? ഓടുന്ന ട്രെയിനിൽ നിന്ന് അവൻ അവർ ന്യൂസ് പേപ്പേഴ്സ് വലിച്ചെറിയുന്നത്. അപ്പോൾ അത് വേഗം എടുത്ത് കളക്ട് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ ദാറ്റ് സൗണ്ട് എക്സൈറ്റിംഗ്, ബട്ട് ഹു വിൽ ഡു ദാറ്റ്? അപ്പോൾ അവൻ ചോദിക്കണം, അതാരാ ചെയ്യപ്പോ എന്ന് ചോദിക്കണം. അപ്പോൾ ഷംസുദ്ദീൻ പറയണം, ഐ വാസ് തിങ്കിങ് വുഡ് യു ലൈക്ക് ടു ടേക്ക് അപ്പ് ദാറ്റ് ജോബ്? ഞാൻ വിചാരിക്കുന്നത് എന്താണ്, നിനക്ക് ആ ജോലി ഏറ്റെടുക്കാമോ എന്ന് ചോദിക്കുകയാണ്. നിനക്ക് ഇഷ്ടമാണോ ആ ജോലി ഏറ്റെടുക്കാൻ എന്ന് ചോദിക്കുക. അപ്പോൾ കലാം, റിയലി യു തിങ്ക് ഐ ക്യാൻ ഡു ഇറ്റ്? ശരിക്കും അപ്പോൾ എനിക്ക് ആ ജോലി കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഷംസുദ്ദീൻ എന്താ പറയണേ? ഐ നോ യു ക്യാൻ. ഞാൻ വിചാരിക്കുന്നത് എന്താണ്, എനിക്കറിയാം നിനക്ക് കഴിയും. ആൻഡ് യു വിൽ ബി ഹെൽപ്പിംഗ് യുവർ ഫാമിലി ടു. നിൻ്റെ ഫാമിലിയെ കൂടെ അതിലൂടെ നിനക്ക് സപ്പോർട്ട് ചെയ്യാം. കാരണം നിനക്ക് എൻ്റെ നിന്ന് പൈസ മണി കിട്ടൂല. അപ്പോൾ കലാം, യെസ് ബ്രദർ, ഐ വിൽ ഡു ഇറ്റ്. ഓക്കെ, ഞാനത് എന്ത് ചെയ്യാം സഹോദര എന്ന് പറയുകയാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു പറഞ്ഞ് നിങ്ങൾക്കിത് അവസാനിപ്പിക്കും. അപ്പോൾ നിങ്ങളുടെ ഓൺ സെൻറ്റൻസിൽ നിങ്ങൾക്കിത് എഴുതാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The story, A Prescription for Life, ends with the doctor giving the narrator advice on living a healthy life. Prepare an alternative ending to the story. നമ്മളുടെ എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് എന്ന ചാപ്റ്ററിൽ ഡോക്ടർ എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ഹെൽത്തി ലൈഫിനുള്ളൊരു അഡ്വൈസ്, അല്ലേ? ഹെൽത്തി ലൈഫായിട്ട് ജീവിക്കാനുള്ളൊരു അഡ്വൈസ് കൊടുത്തു. അങ്ങനെയാണ് അത് അവസാനിക്കുന്നത്. പ്രിപ്പയർ എൻ ഓൾട്ടർനേറ്റീവ് എൻഡിങ് ടു ദ സ്റ്റോറി. അതിനൊരു ഓൾട്ടർനേറ്റീവ് എൻഡിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറി പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞത്. സ്റ്റോറിക്ക് ഒരു ഓൾട്ടർനേറ്റീവ് എൻഡിങ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ എഴുതാം:
As the doctor handed the boy the paper, ആ കുട്ടിക്ക് എന്ത് ചെയ്തു ഡോക്ടർ പേപ്പർ ഹാൻഡ് ഓവർ ചെയ്തു. ഹി സ്മൈൽഡ് ആൻഡ് സെഡ്, അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദിസ് ഈസ് മൈ സ്പെഷ്യൽ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ്. ഇതെൻ്റെ ജീവിതത്തിലെ സ്പെഷ്യൽ ആയിട്ടുള്ള പ്രിസ്ക്രിപ്ഷനാണ്. ദ ബോയ് റീഡ് ദ വേർഡ്സ് ആൻഡ് നോഡഡ് തോട്ട്ഫുള്ളി. അവൻ ആ വേർഡ്സ് ഒക്കെ വായിച്ച് നന്നായി വായിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തു. ഇയേഴ്സ് ലേറ്റർ, വർഷങ്ങൾ കഴിഞ്ഞു, ദ ബോയ് ഗ്രൂ അപ്പ്, അവൻ എന്ത് ചെയ്തു, വളർന്നു. ടു ബി കൈൻഡ് ആൻഡ് റെസ്പെക്റ്റഡ് ഡോക്ടർ ഹിംസെൽഫ്, അവൻ വളർന്ന് ഒരു നല്ല ദയൊക്കെയുള്ള കൈൻഡ് ആയിട്ടുള്ള റെസ്പെക്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറായിട്ട് അവൻ മാറി. ഹി ഓൾവേസ് ക്യാരിഡ് എ കോപ്പി ഓഫ് ദ നോട്ട് ഇൻ ദിസ് വാലറ്റ് ആൻഡ് ഷെയർഡ് ഇറ്റ് വിത്ത് ഹിസ് പേഷ്യൻ. അവൻ എപ്പോഴും അവൻ്റെ കൂടെ എന്ത് ചെയ്യും, അവൻ അന്ന് ഡോക്ടർ കൊടുത്ത ആ നോട്ടിൻ്റെ കോപ്പി കൊണ്ട് നടക്കും, വാലറ്റിലിട്ട് കൊണ്ട് നടക്കുകയും അത് അവൻ അവൻ്റെ പേഷ്യൻസിന് ഷെയർ കൊടുക്കുകയും ചെയ്യും. ജസ്റ്റ് ലൈക്ക് ദ ഡോക്ടർ ഹു വൺസ് ഹെൽപ്ഡ് ഹിം, he too began spreading hope and kindness, proving that സിമ്പിൾ മെസ്സേജ് ക്യാൻ ട്രൂലി ചേഞ്ച് എ ലൈഫ്. അവൻ എന്താണ് ആ ഡോക്ടറിൻ്റെ അത് അവനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു അല്ലേ. അപ്പോൾ കൈൻഡ്നെസ്സും ഇതൊക്കെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള സിമ്പിൾ മെസ്സേജിന് നമ്മുടെ ലൈഫിനെ തന്നെ ശരിക്കും മാറ്റാൻ വേണ്ടിയിട്ട് കഴിയും. ഇങ്ങനൊരു ഓൾട്ടർനേറ്റീവ് എൻഡിങ് വേണമെങ്കിൽ അതിന് കൊടുക്കാം, സ്റ്റോറിക്ക് കൊടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇമാജിൻ യു ആർ ദ നെറേറ്റർ. നിങ്ങളാണ് ആ നെറേറ്റർ എന്ന് ഇമാജിൻ ചെയ്യുക. യു ജസ്റ്റ് റിട്ടേൺ ഫ്രം ദ ബ്രിട്ടീഷ് മ്യൂസിയം ഫീലിംഗ് വറീഡ് ആഫ്റ്റർ റീഡിങ് അബൌട്ട് മെനി ഡിസീസസ്. ആ ഒരുപാട് രോഗങ്ങളെക്കുറിച്ച് നിങ്ങൾ വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് ആകെ വറീഡായി നിങ്ങൾ അല്ലേ. ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ നിന്ന് തിരിച്ചു വന്ന ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, റൈറ്റ് എ ഡയറി എൻട്രി ഡിസ്ക്രൈബിങ് യുവർ ഫിയർ ആൻഡ് യുവർ വിസിറ്റ് ടു ദ ഡോക്ടർ. നിങ്ങളുടെ പേടിയെക്കുറിച്ച്, നിങ്ങൾ ഡോക്ടറെ വിസിറ്റ് ചെയ്തതിനെ കുറിച്ചൊക്കെ നിങ്ങൾ ഡയറി എഴുതുക. ഓൾസോ മെൻഷൻ ഹൗ ഈസ് അഡ്വൈസ് ചേഞ്ച് യുവർ തിങ്കിങ്. അദ്ദേഹത്തിൻ്റെ അഡ്വൈസ് നിങ്ങൾ എങ്ങനെയാണ് ചേഞ്ച് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ഒരു ഡയറി എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഡയറി ഇടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡേറ്റും ഡേയും എന്തായാലും ഇടുക. പിന്നെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് വാട്ട് എ ഡേ ഇറ്റ് ഈസ്, ഇന്നത്തെ ദിവസം എന്തൊരു ദിവസമെന്ന്. ഐ കാനോട്ട് ഫോർഗെറ്റ് ദിസ് ഡേ ഇൻ മൈ ലൈഫ്. എനിക്ക് എന്താണ് ഒരിക്കലും മറക്കാനാവാത്ത ദിവസമാണ്. ഐ ആം ഹാപ്പി ഓർ സാഡ്, എന്താണെന്നോ നിങ്ങൾക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് എഴുതാം. നിങ്ങളുടേതായ ഓൺ സെൻറ്റൻസിൽ നിങ്ങൾക്ക് ഡയറി എഴുതാനാണ് പറഞ്ഞത്. അപ്പം നിങ്ങളാണ് നരേറ്റർ എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്കുണ്ടായ വറീഡും പിന്നെ ഡോക്ടറെ കണ്ടതും ഡോക്ടറിനെ കണ്ട ശേഷം അദ്ദേഹത്തിൻ്റെ പ്രിസ്ക്രിപ്ഷൻ നിങ്ങളുടെ ലൈഫിനെ എങ്ങനെ ചേഞ്ച് ചെയ്തു എന്നുള്ളതൊക്കെ ഒരു ഡയറി പോലെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇമാജിൻ മലാല സെൻഡ് an email to her best friend explaining how she felt about going back to school after recovery. Draft the email. അടുത്തത് പറഞ്ഞിരിക്കുന്നത് മലാല അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് അയക്കുന്ന ഒരു ഇമെയിലാണ്. അവൾ റിക്കവറിക്ക് ശേഷം സ്കൂളിൽ പോയപ്പോൾ അവൾക്കുണ്ടായ അനുഭവം പറഞ്ഞുകൊണ്ട്, അവൾക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഇമെയിൽ അയക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇമെയിൽ അയക്കുമ്പോൾ ഫ്രമ്മും ടൂവും വേണം. ഫ്രം അയക്കുന്ന ആളും ടു എന്ന് പറയുന്നത് നമ്മൾ ആർക്കാണോ അയക്കേണ്ടത് അയാളും. പിന്നെ ഒരു സബ്ജക്റ്റ് വേണം. സബ്ജക്റ്റ് എന്താണ്, ബാക്ക് ടു സ്കൂൾ ആഫ്റ്റർ റിക്കവറി. പിന്നെ ഡിയർ ഫ്രണ്ട് എന്ന് പറഞ്ഞ് തുടങ്ങാം. നിനക്ക് സുഖമാണോ, എനിക്ക് സുഖമാണ്. ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ, നീ സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അവൾ അയച്ചിരിക്കുന്ന ഒരു മെയിലിൻ്റെ മോഡല് ഇതിൽ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് നോക്കി പഠിക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ ബ്രീഫ് പ്രൊഫൈൽ ഓഫ് എമിലി ഡിക്കിൻസൺ ബേസ്ഡ് ഓൺ ദ ഹിൻസ് ഗിവൺ ബിലോ. എന്താണ് താഴെ കൊടുത്തിരിക്കുന്ന ഹിൻസ് നോക്കിയിട്ട് എമിലി ഡിക്കിൻസന്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു പ്രൊഫൈല് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോമൺ ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു പ്രൊഫൈൽ എഴുതുക എന്നുള്ളത് നോക്കാം. ആദ്യം പ്രൊഫൈല് നെയിം ഓഫ് ദ പേഴ്സൺ വലുതാക്കി എഴുതുക, ഹെഡിങ് കൊടുക്കുക. പിന്നെ ആളുടെ പേര്, നെയിം വാസ് ബോൺ ഓൺ, ഡേറ്റ് കൊടുക്കുക എന്നാണ്. ഇൻ ഇയർ, വർഷം കൊടുക്കുക. അറ്റ് എവിടെയാണ് ജനിച്ചതെന്നുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഇപ്പം ഇന്ത്യയിൽ കേരളത്തിലാണെന്ന് പറയുമ്പോൾ അറ്റ് കേരള ഇൻ ഇന്ത്യ എന്ന് നമ്മൾ പറയില്ലേ, എന്ന പോലെ അറ്റ് സ്മോൾ പ്ലേസ് ചെയ്ത് ഇൻ ബിഗ് പ്ലേസ് എഴുതുക. പിന്നെ ഹി ഓർ ഷീ, ആണാണെങ്കിൽ ഹി കൊടുക്കുക, ലേഡി ആണെങ്കിൽ ഷീ കൊടുക്കുക. കംപ്ലീറ്റഡ് ഹിസ് ഓർ ഹെർ സ്റ്റഡീസ് ഫ്രം, എവിടെ നിന്നാണ് അവർ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയെന്നുള്ളത്. അവരുടെ പേരൻസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹിസ് ഓർ ഹെർ പേരൻസ് ആർ, അവരുടെ പേരൻസ് ആരാന്ന് പറയുക. നെക്സ്റ്റ് ഹിസ് ഓർ ഹെർ മേജർ വർക്ക്സ് ആർ, ലേഡി ആണെങ്കിൽ ഹെർ കൊടുക്കുക, മെയിൽ ആണെങ്കിൽ ഹിസ് കൊടുക്കുക. അദ്ദേഹത്തിൻ്റെ മേജർ വർക്കുകൾ ഏതൊക്കെയാണെന്ന് കൊടുക്കുക. ദെൻ ഹി ഓർ ഷീ കൊടുത്തിട്ട് അവർക്ക് എന്തൊക്കെ അവാർഡ് കൊടുത്തിട്ടുണ്ട്,
ഹി ഗോട്ട് അല്ലെങ്കിൽ ഷീ ഗോട്ട് മെനി അവാർഡ്സ് ലൈക്ക് എന്തൊക്കെ അവാർഡുകളാണ്. ഇനി ആൾ മരണപ്പെട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഹി ഓർ ഷീ അല്ലെങ്കിൽ ഹി ഡൈഡ് ഓൺ ഡേറ്റ് ആണെങ്കിൽ ഡേറ്റ് ചെയ്ത, ഇയർ ആണെങ്കിൽ ഇൻ ഇയർ എഴുതുക, ഇൻ ചേർത്തിട്ട് ഇയർ എഴുതുക മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എമിലി എലിസബത്ത് ഡിക്സൻ്റെയും ഒരു പ്രൊഫൈൽ തയ്യാറാക്കാം. താഴെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റീഡ് ദ ന്യൂസ് ഹെഡ്ലൈൻ ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോ. താഴെ കുറച്ച് ന്യൂസ് ഹെഡ്ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അത് ഫോളോ ചെയ്തിട്ട് താഴെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ്, ഗവൺമെൻറ് ലോഞ്ചസ് ഫ്രീ മീൽ സ്കീം ഫോർ ചിൽഡ്രൻ. കുട്ടികൾക്ക് വേണ്ടി ഗവൺമെൻറ് ഫ്രീ മീൽ സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്നു. കേരള ടോപ്സ് ഇൻ ലിറ്ററസി റേറ്റ് അഗെയിൻ. കേരളം വീണ്ടും ലിറ്ററസി റേറ്റിൽ ടോപ്പിലെത്തിയിരിക്കുന്നു. യങ് സയൻറ്റിസ്റ്റ് ഡിസ്കവേഴ്സ് ന്യൂ പ്ലാന്റ് സ്പീഷ്യസ്. യങ് സയൻറ്റിസ്റ്റ് ന്യൂ പ്ലാന്റ് സ്പീഷ്യസിനെ ഡിസ്കവർ ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ്, സൈക്ലോൺ കോസ് ഡാമേജ് ഇൻ കോസ്റ്റൽ ഏരിയ. സൈക്ലോൺ കാരണം കോസ്റ്റൽ ഏരിയക്ക് തകരാറുകൾ സംഭവിച്ചത്. പിന്നെ സ്റ്റുഡൻറ് പ്ലാൻ 10,000 ട്രീസ് ഇൻ 1 day. ഒരു ദിവസം കൊണ്ട് കുട്ടികൾ 10,000 ട്രീസ് പ്ലാൻ ചെയ്തു. ഇത്രയും ഹെഡ്ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹെഡ്ലൈൻ ദാറ്റ് ഷോസ് എ നാച്ചുറൽ ഡിസാസ്റ്റർ ഇസ്. ഇതിൽ കാണിച്ചിരിക്കുന്ന നാച്ചുറൽ ഡിസാസ്റ്റർ ഏതാണ്? നാച്ചുറൽ ഡിസാസ്റ്റർ, പ്രകൃതി ദുരന്തം ഏതാണ്? സൈക്ലോൺ. സൈക്ലോൺ കോസ് ഡാമേജ് ഇൻ കോസ്റ്റൽ ഏരിയാസ്, അതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ് ഹാസ് ടോപ്ഡ് ഇൻ ലിറ്ററസി റേറ്റ് അഗെയിൻ അക്കോർഡിംഗ് ടു ദ ഹെഡ്ലൈൻ. ഹെഡ്ലൈൻ അനുസരിച്ച് ലിറ്ററസി റേറ്റിൽ ടോപ്പിലെത്തിയിരിക്കുന്ന സ്റ്റേറ്റ് ഏതാണ്? കേരള ടോപ്സ് ലിറ്ററസി റേറ്റ് ഇൻ അഗെയിൻ, അല്ലേ? അപ്പോൾ കേരള ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ലോഞ്ച്ഡ് എ ഫ്രീ മീൽ സ്കീം ഫോർ ചിൽഡ്രൻ അക്കോർഡിംഗ് ടു ദ ഹെഡ്ലൈൻ. ഹെഡ്ലൈൻ അനുസരിച്ച് കുട്ടികൾക്ക് ഫ്രീ മീൽ സ്കീം ലോഞ്ച് ചെയ്തത് ആരാണ്? ഗവൺമെൻറ്. നെക്സ്റ്റ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് അപ്രോപ്രിയേറ്റ് ഫ്രേസ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്. ബ്രാക്കറ്റിൽ കുറച്ച് ഫ്രേസസ് നൽകിയിട്ടുണ്ട്. അത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. കലാം ഡാഷ് ടു ഹെൽപ്പ് ഹിസ് ഫാമിലി. ഇതിലേതാണ്? ഗോ ഓൺ ആണോ, പുട്ട് അക്രോസ് ആണോ, മേക്ക് ഔട്ട് ആണോ, മേക്കപ്പ് ഹിസ് മൈൻഡ് ആണോ? മേക്കപ്പ് ഹിസ് മൈൻഡ്. കലാം മേക്കപ്പ് ഹിസ് മൈൻഡ് ടു ഹെൽപ്പ് ഹിസ് ഫാമിലി. ഹി ഓൾസോ എന്തായിരിക്കും? പുട്ട് അക്രോസ് ഹിസ് ഫീലിംഗ് ടു ഹിസ് മദർ. ഹിസ് മദർ റിമൈൻഡഡ് ഹിം ദാറ്റ് ഹിസ് സ്റ്റഡീസ് ഷുഡ് ഡാഷ് വിത്തൗട്ട് ഇൻട്രപ്ഷൻ. നിന്റെ സ്റ്റഡീസിലൊന്നും തടസ്സമില്ലാതെ എന്താണ് പൊക്കോളാൻ വേണ്ടിയിട്ട് അമ്മ ഓർമ്മിപ്പിച്ചു. ഹി മദർ റിമൈൻഡഡ് ഹിം ദാറ്റ് ഹിസ് സ്റ്റഡി ഷുഡ് ഗോ ഓൺ വിത്തൗട്ട് ഇൻട്രപ്ഷൻ. പഠനത്തിന് തടസ്സമൊന്നും ഉണ്ടാവരുത് എന്നുള്ളത്. നെക്സ്റ്റ്, എഡിറ്റ് ദ പാസേജ്. പാസേജ് എഡിറ്റ് ചെയ്യാനാണ്. എറേഴ്സ് ഉണ്ടെങ്കിൽ അത് തിരുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ദ ഡോക്ടർ ഗീവ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ ഗീവ് എന്നാണ്. ഗീവ് അല്ല, ഗേവ് ആണ് വരേണ്ടത്. ഗീവ് അല്ല, ഗേവ് ആണ്. ഡോക്ടർ ഗേവ് മീ എ പ്രിസ്ക്രിപ്ഷൻ. അത് ശരിയാണ്, പ്രിസ്ക്രിപ്ഷൻ തന്നെയാണ് എഴുതേണ്ടത്. ആൻഡ് സെഡ് ഇറ്റ് ടു ടേക്ക് റെഗുലർലി. അപ്പോൾ എന്താ? ആൻഡ് സെഡ് ഇറ്റ് ടു ടേക്ക് എന്നാണ് പറഞ്ഞേക്കണേ. ഈ ഓർഡർ തെറ്റാണ്. ടു ടേക്ക് ഇറ്റ് എന്നാണ് എഴുതേണ്ടത്. ടു ആദ്യം വന്ന് ടേക്ക് രണ്ടാമത് വന്ന് ഇറ്റ് എന്നാണ് എഴുതേണ്ടത്. അപ്പം ടു ടേക്ക് ഇറ്റ് എന്നാണ് എഴുതേണ്ടത് റെഗുലർലി. ഐ താങ്ക്ഡ് ഹിം ആൻഡ് ലെഫ്റ്റ് ദ ക്ലിനിക് ഇൻ ഹാപ്പി. ഹാപ്പി അല്ല, ഹാപ്പിലി. ഹാപ്പിലി ആണ് എഴുതേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് അത് എഡിറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ മണി ആൻഡ് ഗ്രാനി. മണിയും ഗ്രാനിയും തമ്മിലുള്ള കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മണി ചോദിക്കുകയാണ്, ഗ്രാനി യു ആർ ടയേർഡ് ആർ ഇൻ യു. അവിടെ എന്താ ചോദിക്കേണ്ടത്? നമ്മൾ ആർ ഇൻ യു, നിങ്ങൾ ടയേർഡ് അല്ലേ എന്നാണ് ചോദിക്കുന്നത്, അല്ലേ? അപ്പോൾ ഗ്രാനി എന്നാ പറയണേ? നോട്ട് അറ്റ് ഓൾ ഡിയർ, അല്ല എന്ന് പറയണം. അപ്പോൾ മണി നെക്സ്റ്റ് എന്തായിരിക്കും? മണി വിൽ വി റീച്ച് മസൂറി. നമ്മൾ എപ്പോഴാണ് മസൂറിയിൽ എത്തുക? അപ്പോൾ ഗ്രാനി ഇഫ് ദെയർ ആർ നോ ഒബ്സ്റ്റക്കിൾസ് ഓൺ ദ വേ വി വിൽ അറീവ് ഏർലി. രണ്ടാമത്തെ എന്താണ്? വേറെ തടസ്സങ്ങളൊന്നും, നമ്മൾ പോണ വഴിക്ക് വേറെ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ വി വിൽ അറീവ് ഏർലി, നമ്മൾ നേരത്തെ തന്നെ അവിടെ എത്തും. അതാണ് അവിടെ എഴുതേണ്ടത്. മണി ഐ ആം ഹംഗ്രി, എനിക്ക് വിശക്കണമെന്ന് പറയണം. ഗ്രാനി ഡാഷ് ബ്രിങ് എനി ഫുഡ്. ഗ്രാനി ഡിഡ് യു ബ്രിങ്. ഗ്രാനി എന്തെങ്കിലും ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കണം. ഡിഡ് യു ബ്രിങ് എനി ഫുഡ്. അപ്പോൾ ഗ്രാനി എന്താ പറഞ്ഞത്? നാച്ചുറലി. മണി ഗുഡ്. അപ്പോൾ ഇങ്ങനെയാണ് കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, ഇംഗ്ലീഷ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെങ്കിൽ
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗൈൻ. താങ്ക് യു.